ഒരു ചൂരമീൻ കറി വെച്ചാലോ? ചൂടായ എണ്ണയിലേക്ക് കുറച്ച് ഉലുവ, അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളക്, പിന്നെ കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കുക. അതിലേക്ക് ഞാൻ രാവിലെ കറി വെച്ച് തക്കാളിക്കറിയാണ്, അപ്പോൾ തക്കാളിക്ക തീർന്നുകൊണ്ട് തന്നെ ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴട്ടുക. വഴട്ടിയതിന് ശേഷം മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി എന്നിവ നന്നായിട്ട് ഈ ചൂടായ മിക്സിയിലേക്ക് ചേർക്കുക. നന്നായിട്ടൊന്ന് വഴട്ടുക. നല്ലൊരു ചുമന്ന കളറാകണം. അതിനുശേഷം അതിലേക്ക് കുറച്ച് പുളി ചേർക്കുക. കുടംപുളിയാണ് ഞാനിവിടെ ചേർക്കുന്നത്. പിന്നെ കുറച്ച് ചൂടുവെള്ളം ഒഴിക്കുക. നന്നായിട്ടൊന്ന് ഇളക്കുക. പിന്നെ പാകത്തിനുപ്പം നിങ്ങളുടെ പാകം നോക്കിയിട്ട് ഇട്ടാൽ മതി. കുറച്ച് നേരം അടച്ചു വെച്ച് ഒന്ന് ചൂടാക്കുക. ഞാൻ കുറച്ച് ചായ കുടിച്ചാലൊന്ന് ആലോചിച്ച് ഞാൻ പാലക്കൊന്ന് വെച്ചിട്ടുണ്ട് അടുപ്പിലേക്ക്. അപ്പോൾ നന്നായിട്ട് ഗ്രേവി ഇവിടെ തിളയ്ക്കുന്നുണ്ട്. അതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീൻ ചേർക്കുകയാണ്. മീനിൻ്റെ കൂടെ നല്ല കരിയാപ്പിലയും കൂടെ നമുക്ക് മേലെ ഒന്ന് തൂക്കി കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് അടച്ചു വെക്കാം. അപ്പോഴത്തേക്കും പാല് നമ്മുടെ തിളച്ചിട്ടുണ്ട്. നമുക്കപ്പോൾ ഒരു ചായയൊക്കെ കുടിക്കാം. ചായ കുടിച്ചുകൊണ്ടിരുന്ന സമയത്താണ് നല്ല മീൻകറിയുടെ മണം വരുന്നുണ്ട്. അപ്പോൾ ഓപ്പൺ ചെയ്ത് നോക്കി നല്ല ചൂടുള്ള മീൻകറി ഇവിടെ തയ്യാറായിരിക്കുകയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ.